ദേവികയെ പോലെ ആണ്. എനിക്ക് സൗണ്ട് കേട്ടോ. രേണുവാ. ആറാറ്. അപ്പൊ നമുക്ക് അബോർഷന്റെ ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ പറയാവേ. അപ്പൊ നമുക്ക് അബോർഷൻ നമ്മൾ രണ്ടായിട്ടാണ് പറയുന്നത്. ഒന്ന് സ്പോണ്ടേനിയസ് അബോർഷൻ, ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഇപ്പൊ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രഗ്നന്റ് ആയിട്ട് ഇപ്പൊ അവർക്ക് കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കളയുന്ന അങ്ങനത്തെ അബോർഷനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. ഈ സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറഞ്ഞാല് അവര് സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണമെന്ന് അവർ വില്ലിങ് ആണ്, പ്രഗ്നൻസി കണ്ടിന്യൂ വില്ലിങ് ആണ്, പക്ഷെ അവർക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ തന്നെ അബോർട്ടായി പോകുന്നതിനാണ് നമ്മൾ സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറയുന്നത്. അവർക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല, അബോർട്ടായി പോകുന്നു. അതിനാണ് നമ്മൾ സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറയുന്നത്. ഈ സ്പോണ്ടേനിയസ് അബോർഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഐസൊലേറ്റഡും ഉണ്ട്, പിന്നെ റെക്കറന്റും ഉണ്ട്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം അവർ പ്രഗ്നന്റ് ആയിട്ട് ആദ്യത്തെ കുഞ്ഞ് അബോർട്ടായി പോയി, പിന്നെ നെക്സ്റ്റ് ടൈം അവർ ഇതിനെ കൺസീവ് ചെയ്യാൻ നേരത്ത് കുഴപ്പമില്ല, അവർക്ക് ലൈവ് ആയിട്ടൊരു കുഞ്ഞുണ്ടാവും. അപ്പൊ അതിനാണ് നമ്മൾ ഐസൊലേറ്റഡ് മിസ്കാരേജ് എന്ന് പറയുന്നത്. റെക്കറന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം അവർക്കൊരു കുഞ്ഞുണ്ടായി, കൺസീവ് ആയി, അത് അബോർട്ടായി പോയി, വീണ്ടും ഒരു കുഞ്ഞുണ്ടായി, അത് അബോർട്ടായി പോയി, വീണ്ടും ഉണ്ടായി, അങ്ങനെ റെക്കറന്റ് ആയിട്ട് ഉണ്ടാവുന്ന അബോർഷനാണ് നമ്മൾ റെക്കറന്റ് അബോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്നിട്ട് ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ, ഇതാണ് അബോർഷന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന സ്പോണ്ടേനിയസ് അബോർഷൻ ആണ്. Okay, ഇപ്പൊ സ്പോണ്ടേനിയസ് അബോർഷന്റെ ഡെഫിനിഷൻ ആദ്യം. സ്പോണ്ടേനിയസ് അബോർഷൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സ്പോണ്ടേനിയസ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ 20 വീക്സ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ. പിന്നെ നമ്മളിപ്പം പ്രഗ്നന്റ് ആയിട്ടുള്ളവരെ എടുത്ത് നോക്കുവാണെങ്കിൽ, പ്രഗ്നന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ അബോർട്ടായി പോകാനുള്ള ചാൻസ് 15% ആണ്. ഇൻസിഡൻസ് നമ്മൾ നോക്കുമ്പോൾ 15% ആണ് ഇൻസിഡൻസ്. അപ്പൊ ആ 15%ലും ഇങ്ങനെ അബോർട്ടായി പോകുന്നവർ നമ്മൾ നോക്കുമ്പോൾ അതിൽ കൂടുതൽ അബോർട്ടായി പോകുന്നവർ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് അബോർട്ടായി പോകുന്നത്. കുഞ്ഞ് അബോർട്ടായി പോകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ പീരീഡിലാണ് അബോർട്ടായി പോകുന്നത്. ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ നമ്മൾ കോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താ ഏറ്റവും കൂടുതൽ ക്രോമസോമൽ അനോമലി കൊണ്ടിട്ടാണ് ഇങ്ങനെ അബോർട്ടായി പോകാൻ ചാൻസ്. ഇപ്പൊ ഉണ്ടായ കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ അബോർട്ടായി പോയത്. അപ്പൊ ക്രോമസോമൽ അനോമലിറ്റി ആണ് മോസ്റ്റ് കോമൺ കോസ്. ഓക്കെ, പിന്നെ നമ്മൾ അതാണ് ഇത് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ പറഞ്ഞു, പിന്നെ ഡ്യൂ ടു ക്രോമസോമൽ ഫസ്റ്റ് ടൈം. പിന്നെ നമ്മൾ അടുത്തത് പറയുന്നത് നമ്മൾക്കിപ്പം ജസ്റ്റേഷണൽ ഏജ് കൂടുന്തോറും ഇപ്പം ചാൻസ് മിസ്കാരേജ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പൊ തേർഡ് ട്രൈമസ്റ്റർ, പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ പകുതി, അപ്പൊ അങ്ങനെയുള്ളതിൽ ഈ മിസ്കാരേജ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, ആസ് ജസ്റ്റേഷണൽ ഏജ് ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് അബോർഷൻ ഡിക്രീസസ്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ മിസ്കാരേജ് എൽഡർലി വുമണ് കൺസീവ് ചെയ്യുമ്പോൾ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇറ്റിയോളജി, ഇനി അബോർട്ടായി പോകാനുള്ള കാരണമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് കോസ് ഉണ്ട്. ഒന്ന് ഫീറ്റൽ കോസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഫീറ്റൽ കോസ് ഉണ്ട്, മെറ്റേണൽ കോസ് ഉണ്ട്. രണ്ട് കോസ് ഉണ്ട്, ഫീറ്റൽ കോസ് ഉണ്ട്, മെറ്റേണൽ കോസ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫീറ്റൽ കോസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ക്രോമസോമൽ അബ്നോർമാലിറ്റി, ഇതാണ് ഏറ്റവും കൂടുതൽ കോസ്. ഇപ്പൊ ഫീറ്റൽ കോസ് ഒന്ന് ക്രോമസോമൽ അബ്നോർമാലിറ്റി, പിന്നെ അതർ ജനറ്റിക് അബ്നോർമാലിറ്റി, ഹൈഡ്രോഫിക് ഡീജനറേഷൻ വില്ലി, മൾട്ടിപ്പിൾ പ്രഗ്നൻസി. ഇതാണ് ഫീറ്റൽ ഫാക്ടർ. ക്രോമസോമൽ അബ്നോർമാലിറ്റി, അതർ ജനറ്റിക് അബ്നോർമാലിറ്റി, ഹൈഡ്രോഫിക് ഡീജനറേഷൻ വില്ലി, പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി. ഇനി നമ്മൾ ക്രോമസോമൽ അബ്നോർമാലിറ്റി എടുത്ത് പഠിക്കുക. അപ്പൊ നമ്മള് ക്രോമസോമിൽ എടുത്ത് പഠിക്കാനത്ത് ആലോചിച്ചാൽ മതി. ക്രോമസോമിൽ നമുക്ക് 23 പേഴ്സ് അല്ലേ ഉള്ളത്. അപ്പൊ അത് അബ്നോർമാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ചിലപ്പോൾ ആ ക്രോമസോമിന്റെ നമ്പർ കൂടാം കുറയാം. ഓക്കെ, അത് വരാം, കൂടാം കുറയാം. പിന്നെ ക്രോമസോമിൽ ജീൻസ് ഒക്കെ ഇല്ലേ, അത് തമ്മിൽ ട്രാൻസ്ലോക്കേഷൻ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പൊ അതൊക്കെയാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റി നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയും. ഒന്ന് നമ്പറിലുള്ള പ്രോബ്ലം, ന്യൂമറിക്കൽ ഡിഫക്റ്റ്, നമ്പർ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യാം. രണ്ടാമത് നമ്മൾ പറയുന്നത് സ്ട്രക്ചറൽ ഡിഫക്റ്റ്, ഈ ജീൻസ് ഒക്കെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നതും അതാണ് സ്ട്രക്ചറൽ ഡിഫക്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ന്യൂമറിക്കൽ ഡിഫക്റ്റ് നമ്മൾ എടുത്ത് പഠിക്കാം. അപ്പൊ ന്യൂമറിക്കൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ ട്രൈസോമി, ഓട്ടോസോമൽ ട്രൈസോമി.
ഓക്കെ, ഫസ്റ്റ് കോസ് അതാണ് ഫസ്റ്റ്. അപ്പോൾ ഓട്ടോസോമൽ ട്രൈസോമി ആണ് 50% ഓഫ് കോസ്. ഈ അബോർഷന്റെ കാരണം 50% ഓട്ടോസോമൽ ട്രൈസോമിയ. അപ്പം നമ്മൾ 3 ട്രൈസോമി ഓർക്കണം. ഒന്ന് ഓട്ടോസോമൽ ട്രൈസോമി 16 ഓർക്കണം, ട്രൈസോമി 21 ഓർക്കണം, ട്രൈസോമി 22 ഓർക്കണം. 3 ട്രൈസോമി 16, 21, 22. ഇങ്ങനെയൊക്കെ ട്രൈസോമി ഒക്കെ ഉണ്ടാവുമ്പോഴേ ഈ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവർ അബോർട്ടായി പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മോണോസോമി എന്ന് പറയുമ്പോൾ നമുക്ക് 2 പെയർ ഓഫ് ക്രോമസോം ഇല്ലേ, അപ്പൊ അതിൽ ഒരെണ്ണം പോകുന്നത്, ഒരെണ്ണം കുറയുന്നത്. ഇപ്പം ടേണേഴ്സ് സിൻഡ്രോം ഒക്കെ ഒരു മോണോസോമിയ, ഒരു ക്രോമസോം ഇല്ലല്ലോ. അപ്പം അതാണ് രണ്ടാമത്തെ കോസ് നമ്മൾ പറയുന്ന മോണോസോമി. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സെക്സ് ക്രോമസോം പോളിസോമി, സെക്സ് ക്രോമസോം കൂടുക. ഇപ്പൊ XYക്ക് പകരം XXY വരാം, പിന്നെ XYY വരാം. അപ്പൊ അതൊക്കെയാണ് സെക്സ് ക്രോമസോം പോളിസോമി. പിന്നെ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാല് സെറ്റ് കൂടുക. ഓക്കെ, ട്രൈപ്ലോയിഡി, ടെട്രാപ്ലോയിഡി, അതൊക്കെ. ഓക്കെ, നമ്മൾ സ്ട്രക്ചറൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പം 2 ഡിഫക്റ്റ് ആണ്. നമ്മൾ ട്രാൻസ്ലൊക്കേഷനും ഉണ്ട്, ഇൻവേർഷനും ഉണ്ട്. അപ്പൊ നമ്മള് ആ ട്രാൻസ്ലൊക്കേഷന് നമ്മളിപ്പോഴേ അപ്പൊ ആദ്യമേ അബോർട്ടായി പോയി, വീണ്ടും അബോർട്ടായി പോയി. അപ്പൊ അങ്ങനെ അബോർഷൻ സംഭവിക്കാം. റെക്കറന്റ് ആയിട്ട് അബോർഷൻ സംഭവിക്കുമ്പോൾ ഈ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ആയിരിക്കും കാരണം. അതായിരിക്കും റെക്കറന്റ് അബോർഷൻ ഉണ്ടാകുമ്പോഴും ക്രോമസോമൽ അബ്നോർമാലിറ്റി കൊണ്ട് റെക്കറന്റ് ഉണ്ടാകും. അതിൽ നമ്മൾ പറയുന്ന സ്ട്രക്ചറൽ ഡിഫക്റ്റ് ആണ്. ഈ ട്രൈസോമി ഒന്നും അങ്ങനെ റെക്കറന്റിൽ വരത്തില്ല. സ്ട്രക്ചർ ഡിഫക്റ്റ് ആയിരിക്കും കൂടുതൽ ഇങ്ങനെ റെക്കറൻസ് ഉണ്ടാക്കാൻ കാരണം. നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ 2 ട്രാൻസ്ലൊക്കേഷൻ പഠിക്കുന്ന. ഒന്ന് റെസിപ്രോക്കലും ഉണ്ട്, റോബോട്ട്സോണിയനും ഉണ്ട്. അതിൽ റെസിപ്രോക്കൽ ആണ് 60%, റോബോട്ട്സോണിയൻ 40%. ഓക്കെ, പിന്നെ അടുത്തൊരു അബ്നോർമാലിറ്റി ആണ് ഇൻവേർഷൻ. അത് പെരിസെൻട്രിക്, പാരാസെൻട്രിക്. ഓക്കെ, എളുപ്പമല്ലേ? ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഇത് തീർന്നേ, ഇത്രേ ഉള്ളൂ. ജനറ്റിക് ഫീറ്റൽ ഫാക്ടർ തീർന്നു കേട്ടോ. ഇനി അടുത്തത് മെറ്റേണൽ കോസസ് പറയുന്നു. മെറ്റേണൽ കോസസിൽ ആദ്യമേ ഓർത്താൽ മതി, മദർ ഇൻഫെക്ഷൻ വരുന്നത് മദറിന്. അപ്പൊ ആദ്യത്തെ മെറ്റേണൽ ഇൻഫെക്ഷനിലേക്ക് ടോർച്ച് ഇൻഫെക്ഷൻ ഓർത്താൽ മതി. ടോക്സോപ്ലാസ്മോസ്, റുബെല്ല, സൈറ്റോമെഗാലോ വൈറസ്, ഹെർപ്പീസ്, മൈക്കോപ്ലാസ്മ, അങ്ങനെ ഇൻഫെക്ഷൻ, മെറ്റേണൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അബോർട്ടായി പോകാം. പിന്നെ മെറ്റേണൽ ഡിസീസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ക്രോണിക് റീനൽ ഡിസീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അബോർട്ടായി പോകാം. പിന്നെ മദർ സ്മോക്ക് ചെയ്യുന്നു, ആൽക്കഹോൾ കുടിക്കുന്നു, ഡ്രഗ് എടുക്കുന്നു, റേഡിയേഷൻ തെറാപ്പി എക്സ്പോസ്ഡ് ആയി, ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അബോർട്ടായി പോവാം. പിന്നെ എൻഡോക്രൈൻ ഫാക്ടർ ആണ് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ, ഡയബറ്റീസ്, ലൂട്ടിയൽ ഫേസ് ഡിഫക്റ്റ്. ഇപ്പൊ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുമ്പോൾ പ്രൊജസ്ട്രോൺ ഇല്ലേ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അത് ഇല്ലാത്തതുകൊണ്ട് അബോർട്ടായി പോയി. പിന്നെ നമ്മള് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടർ, അത് 2 എണ്ണം ഉണ്ട്. ആന്റി ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം ഉണ്ട്, ആലോ ഇമ്മ്യൂണോ ഉണ്ട്. ഓക്കെ, ഈ ആന്റി ഫോസ്ഫോലൈപ്പിഡ് എന്ന് പറയുമ്പോഴേ ഫോസ്ഫോലൈപ്പിഡ് ആന്റിബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോസ്ഫോലൈപ്പിഡ് അഗൻസ്റ്റ് ആയിട്ട് ഒരു ആന്റിബോഡി ഉണ്ടാവും മെംബ്രെയിനിൽ. സെൽ മെംബ്രെയിനിലുള്ള ഫോസ്ഫോലൈപ്പിഡിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ആന്റിബോഡി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റ് ആവും. നമുക്ക് ഇങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ എന്തോ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റ് ആയിട്ട് ത്രോംബോസിസും കൊയാഗുലേഷനൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബ്ലഡ് വെസല് ഒക്ലൂഡഡ് ആയിട്ട് കുഞ്ഞു പോവും. അതാണ് ആന്റിബോഡി. ഇത് ആന്റി ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോമേ. ഓക്കെ, അപ്പൊ ഈ ആലോ ഇമ്മ്യൂൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആണ് പറയുന്നത്. ഇമ്മ്യൂണോളജിക്കൽ 2 എണ്ണമാണ്. ഒന്ന് ആന്റി ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം ഉണ്ട്, പിന്നെ ആലോ ഇമ്മ്യൂൺ ഉണ്ട്. അപ്പൊ ആന്റി ഫോസ്ഫോലൈപ്പിഡ് പറഞ്ഞേ. ഇനി ആലോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ നമുക്ക് കൊണ്ടായ കുഞ്ഞിന് മദറിന്റെ ഉണ്ട് ഫാദറിന്റെ ആന്റിജൻ ഉണ്ടാവും. അപ്പം ഇപ്പൊ നമ്മൾ പ്രഗ്നൻസിൽ എന്താണ് ഇപ്പൊ ഉണ്ടായി ഫാദറിൽ നിന്ന് വന്നിട്ടുള്ള ആന്റിജൻ എഗൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സപ്രസ് ചെയ്ത് വെച്ചേക്കുക. പ്രഗ്നൻസിൽ ഉണ്ടാക്കത്തില്ല, ഉണ്ടാക്കിയ കുഞ്ഞു പോലും. അപ്പൊ ഉണ്ടാക്കാതെ ഇങ്ങനെ വെച്ചു. അപ്പൊ ഈ ആലോയിമ്യൂൺ കേസസിൽ എന്താ ചെയ്യുക, ഈ മദറിന്റെ ബോഡി എന്ത് ചെയ്യും, ഫാദറിന്റെ ആന്റിജൻ എഗൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി ഉണ്ടാക്കും. അപ്പം അങ്ങനെ അതാണ് ഈ ആലോയിമ്യൂണിൽ സംഭവിക്കുന്നത്. ഓക്കെ, പറയണോ ഇനി? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മള് അടുത്ത ഫാക്ടറാണ് യൂട്രൈൻ ഫാക്ടേഴ്സ്.
യൂട്രൈൻ ഫാക്ടറിൽ ആദ്യത്തെ പോയിന്റ് ആണ് സർവൈക്കൽ ഇൻസഫിഷ്യൻസി. ഇപ്പൊ സർവൈക്കൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ സർവൈക്കൽ യൂട്രൈൻ ഫാക്ടേഴ്സ് ഈ അബോർഷൻ ഉണ്ടാക്കുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് കൂടുതൽ. സെക്കൻഡ് ട്രൈമസ്റ്ററിലായിരിക്കും പ്രോബ്ലം ഉണ്ടാകും. അപ്പൊ ഈ കുഞ്ഞിങ്ങനെ വലുതാവുമ്പോൾ സർവൈക്കൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കുഞ്ഞ് വലുതാവുമ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കുഞ്ഞ് ഇറങ്ങി വരും. അതിനാണ് നമ്മൾ സർവൈക്കൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുക. ഇപ്പൊ രണ്ടാമത്തെ മുള്ളേരിയൻ അനോമലീസ് എന്ന് പറഞ്ഞാൽ യൂട്രസ് ഈ മുള്ളേരിയൻ ഡക്റ്റിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ അനോമലി വരുമ്പം ഈ യൂട്രസിന്റെ ക്യാവിറ്റി തന്നെ രണ്ടായിട്ട് ഡിവിഷനൊക്കെ വരാം. അപ്പം ക്യാവിറ്റിയുടെ സൈസ് കുറയും. എനിക്കൊരു പടം ഉണ്ട്, ലാസ്റ്റ് കാണിക്കാം, വേറെ പവർ പോയിന്റിൽ. അത് അങ്ങനെയാണ് മുള്ളേരിയൻ അനോമലി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ യൂട്രസ്, ഈ പടം കണ്ടോ, ഈ പടത്തിനകത്ത് ഇപ്പം ഈ യൂട്രസിന് ഇപ്പം ഇതൊരു സെപ്റ്റ പോലെ ഫോം ചെയ്യുകയാണെങ്കിൽ ക്യാവിറ്റിയുടെ സൈസ് കുറഞ്ഞില്ലേ, അപ്പൊ ഈ കുഞ്ഞിന് ഇതിനകത്ത് വളരാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് ഒരു ഇത്ര ഒരു ക്യാവിറ്റി ആണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ഈ കൺജന്റൽ അനോമലി കാരണം സെപ്റ്റ ഒക്കെ ഫോം ചെയ്യും. അപ്പൊ യൂട്രസിന്റെ സ്പേസ് കുറയും. അപ്പൊ കുഞ്ഞിന് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത്. അതാണ് ഈ മുള്ളേരിയൻ അനോമലി. ഈ യൂട്രസ് ഫോർമേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്മ്യൂക്കസ് ഫൈബ്രോമ. സബ്മ്യൂക്കസ് ഫൈബ്രോ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഫൈബ്രോയിഡ് ആണ്. അത് നമ്മൾ യൂട്രസിന്റെ ക്യാവിറ്റിയുടെ അകത്തോട്ട് ബൾജ് ചെയ്തിരിക്കും. അപ്പം അതും ഈ യൂട്രസിന്റെ ക്യാവിറ്റിയുടെ സൈസ് കുറയ്ക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അബോർട്ടായി പോവാം. ഓക്കെ, ഇതേപോലെ ഫൈബ്രോയിഡ് ഇരിക്കും. ഓക്കെ, ഫൈബ്രോയിഡ് ഈ ക്യാവിറ്റിയുടെ അകത്തോട്ട് കയറിയിരിക്കും. ഇത് ഫൈബ്രോയിഡാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പം സ്പേസ് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി അടുത്ത കോസാണ് അഷർമാൻസ് സിൻഡ്രോം എന്ന് പറഞ്ഞാല്. ഓക്കെ, അതിന്റെ പടമാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് യൂട്രസിന്റെ അകത്ത് അഡഷൻസ് ഒക്കെ വരുവാണെങ്കിൽ യൂട്രസ് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഇങ്ങനത്തെ യൂട്രസിൽ കുഞ്ഞിന് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല, അബോർട്ട് ആയി പോകും. അതാണ് ഇതാണ് കണ്ടോ, അഡഷൻ കണ്ടോ, ഇതാണ് ആഷർമാൻ സിൻഡ്രോം. അതൊരു അക്വേർഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത കണ്ടീഷനാണ്, അടുത്ത ഒരു കോസാണ് ഇൻഹെറിറ്റഡ് ത്രോംബോഫീലിയ. ഇത് നമ്മൾ ആന്റിഫോസ്ഫോലൈപ്പിഡ് ആ സിൻഡ്രോമിൽ പറഞ്ഞ പോലെ തന്നെ ഡിഫക്റ്റ് ആണ്. ഈ പ്രോട്ടീൻ ആന്റികോയാഗുലന്റിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന പ്രോബ്ലം കാരണം. ഓക്കെ, പ്രോട്ടീൻ സി ഡിഫക്റ്റ്. ഇത് അടുത്ത റെക്കറന്റ് പ്രഗ്നൻസി ലോസിൽ ഇത് വിശദമായിട്ട് പറയും. ഈ ഫാക്ടറിന്റെ പേരൊക്കെ പറയും. ഇപ്പം പ്രോട്ടീൻ സി ഡെഫിഷ്യൻസി, പ്രോട്ടീൻ എസ് ഡെഫിഷ്യൻസി, ഫാക്ടർ ലേഡൻ മ്യൂട്ടേഷൻ, ആന്റിത്രോംബിൻ ഡെഫിഷ്യൻസി. അപ്പൊ അതൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന അതിനാണ് നമ്മൾ ഇൻഹെറിറ്റഡ് ത്രോംബോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെറ്റേണൽ കോസസ്. മെറ്റേണൽ കോസസ് പറയുകയാണെങ്കിൽ ഒന്ന് ഇൻഫെക്ഷൻ പറയാം, പിന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മെറ്റേണൽ ഡിസീസ് ആയിട്ട് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പറയാം, എൻഡോക്രൈൻ പറയാം, തൈറോയിഡും ലൂട്ടിയൽ ഫേസ് ഡിഫക്റ്റ്, പിന്നെ ഡയബറ്റീസ് പറയാം. പിന്നെ ഇത് മറക്കല് യൂട്രൈൻ ഫാക്ടേഴ്സ് 4 സർവൈക്കൽ ഇൻസഫിഷ്യൻസി, മുള്ളേരിയൻ അനോമലി, സബ്മ്യൂക്കസ് മയോമ, ആഷർമാൻ സിൻഡ്രോം. പിന്നെ ഈ ക്ലോട്ട് ഉണ്ടാകുന്നതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 ആന്റിഫോസ്ഫോലൈപ്പിഡ്, അലോഇമ്യൂൺ ഇല്ല, ആന്റിഫോസ്ഫോലൈപ്പിഡ്, ഇൻഹെറിറ്റഡ് ത്രോംബോഫീലിയ. ഇത്ര. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അബോർഷന്റെ ടൈപ്സ് ആണ്. ഇപ്പൊ അബോർഷൻ നമുക്ക് പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചിലപ്പം വരുന്നത് ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. പ്രഗ്നന്റ് ആയിട്ട് ബ്ലീഡിംഗ് ആയിട്ട് വരാം. ചിലവർ വരുന്ന ബ്ലീഡിംഗ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ഒരു പാർട്സ് വജൈനൽ കൂടെ പോയെന്ന് പറഞ്ഞു വരാം. ഇല്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ അബോർട്ടായി പോയെന്ന് അറിയത്ത് പോലും ഇല്ല. അബോർട്ട് നമ്മളിപ്പം അറിയത്തില്ല. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അറിയുന്ന, കുഞ്ഞിന് അനക്കം ഇല്ല നമ്മൾ അറിയുന്ന അൾട്രാസൗണ്ട് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ ക്ലിനിക്കൽ ടൈപ്സ് ഓഫ് അബോർഷൻ പഠിക്കുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് ആണ് ത്രെട്ടൻഡ് അബോർഷൻ, ഇന്നെവിറ്റബിൾ അബോർഷൻ, ഇൻകംപ്ലീറ്റ് അബോർഷൻ, കംപ്ലീറ്റ് അബോർഷൻ, മിസ്ഡ് അബോർഷൻ. ഓക്കെ, സെപ്റ്റിക് വേണ്ട കേട്ടോ. എത്രയാണ് നമ്മൾ പഠിക്കുന്നത്. സെപ്റ്റിക് ലൂമിനറി കൊടുത്തിട്ടില്ല, അതാ ഞാൻ പറയാൻ. ഓക്കെ, അപ്പം ആദ്യമേ ത്രെട്ടൻഡ് പറയാവേ. അപ്പം ഇനി പറയാൻ പോകുന്ന ഈ എല്ലാ ടൈപ്സും നമ്മൾ 4 ഹെഡിങ്ങിലാണ് പറയുന്നത്.
ഈ 4 ഹെഡിങ് വേണം പറയാൻ. ഈ 5 എണ്ണം. ഒന്ന് ക്ലിനിക്കൽ ഫീച്ചർ, പേഷ്യന്റ് എന്തായിട്ടാണ് വരുന്നത്, ക്ലിനിക്കൽ ഫീച്ചർ. ഓൺ എക്സാമിനേഷൻ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ സെർവിക്സ് ഓൺ എക്സാമിനേഷൻ നമുക്ക് എന്ത് കിട്ടും. പിന്നെ യൂട്രസിന്റെ സൈസ്, നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ യൂട്രസിന്റെ സൈസ് എങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട്. ഈ 4 ഫീച്ചേഴ്സിൽ വേണം നമ്മൾ എല്ലാം എഴുതാൻ. ഈ കണ്ടോ താഴെ കൊടുത്തേക്കുന്ന ഇതിന്റെ ടൈപ്സ് എല്ലാം ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ത്രെട്ടൻഡ് അബോർഷനാണ് പഠിക്കുന്നത്. അപ്പം ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ത്രെട്ടൻഡ് അബോർഷനിൽ ത്രെട്ടൻഡ് അബോർഷൻ പറഞ്ഞാൽ ഇവർക്ക് അബോർഷൻ സംഭവിച്ചിട്ടില്ല, അബോർട്ട് ആയിട്ടില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് പക്ഷെ ഈ കുഞ്ഞ് വേണമെങ്കിൽ അബോർട്ട് ആവാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി, ത്രെട്ടൻ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഈ കുഞ്ഞിന് വേണമെങ്കിൽ അബോർട്ടായി പോകാം. അപ്പൊ നമ്മള് ഈ അബോർട്ടായി പോകാം, അതുകൊണ്ട് നമ്മൾ കെയർ എടുക്കണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് സൂചന തരാൻ വേണ്ടി വന്നതാ. അതിനാണ് നമ്മൾ ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ത്രെട്ടൻഡ് അബോർഷനിൽ നമ്മൾ സാധാരണ ഒരു ഫീമെയിൽ പ്രഗ്നന്റ് ആകുമ്പോഴുള്ള ഫീച്ചേഴ്സ് ആണ് എല്ലാം ഉള്ളത്. എല്ലാം ഒരു ബ്ലീഡിങ് ഫീച്ചേഴ്സ് എല്ലാം അതേപോലെ തന്നെ ആയിരിക്കും. നോർമലി ഒരു പ്രഗ്നന്റ് ഒരു വുമൺ എന്തൊക്കെ ഫീച്ചർ ഉണ്ടോ അതൊക്കെ തന്നെ ഇവർക്കുള്ള കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ത്രെട്ടൻഡ് അബോർഷൻ വന്നിട്ട് ഈ ടേം പ്രഗ്നൻസി 90% ആൾക്കാരും എന്താ ടേം പ്രഗ്നൻസിലോട്ട് പോകും. കുഞ്ഞിനെ ലൈവായിട്ട് പ്രസവിക്കും. അതില് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക്, ഈ ത്രെട്ടൻഡ് അബോർഷൻ വന്നിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് പ്രീമച്വർ ആയിട്ട് ഡെലിവറി നടക്കാം. ഇല്ലെങ്കിൽ ഈ ഉണ്ടായ കുഞ്ഞിന് ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാകാം. അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഇവർക്ക്. അപ്പം പക്ഷെ ഇപ്പൊ ഈ ത്രെട്ടൻഡ് അബോർഷൻ 2 കാര്യങ്ങൾ നടക്കാം. 95% ഇവർക്ക് നോർമൽ ആയിട്ട് സാധാരണ പോലെ ഡെലിവറി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവർക്ക് വേണമെങ്കിൽ എന്താ അബോർട്ടായി പോവുകയും ചെയ്യാം. അതാണ് ത്രെട്ടൻഡ് അബോർഷൻ. ജസ്റ്റ് ഒന്ന് ത്രെട്ടൻ ചെയ്യാൻ വന്നതാ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യമേ ക്ലിനിക്കൽ ഫീച്ചർ പറയുമ്പോൾ ആദ്യമേ എല്ലാം നമ്മൾ ഇനി താഴോട്ട് പറയുന്ന എല്ലാത്തിലും ക്ലിനിക്കൽ ഫീച്ചറിൽ ഹിസ്റ്ററി ഓഫ് അമിനൂറി എഴുതണം. പ്രഗ്നന്റ് വുമൺ അല്ല, ഹിസ്റ്ററി ഓഫ് അമിനൂറി എല്ലാത്തിലും ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് എഴുതണം താഴെ. ഓക്കെ. പേഷ്യന്റ് വരുന്നത് എന്താ, സ്ലൈറ്റ് ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സ്ലൈറ്റ് ബ്ലീഡിംഗ് ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് സാധാരണ ഒരു പ്രഗ്നന്റ് വുമണിൽ ഉള്ളതുപോലെ തന്നെയാണ്, അതുകൊണ്ട് ഇന്റേണൽ ഓസ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ യൂട്രസിന്റെ സൈസ് നമ്മൾ നോക്കാൻ നേരത്ത് കറസ്പോണ്ട്സ് ടു ദ പീരീഡ് ഓഫ് അമിനൂറിയ ആണ്, ജസ്റ്റേഷൻ അല്ല കേട്ടോ. നമ്മൾ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കറസ്പോണ്ട്സ് ടു ദ പീരീഡ് ഓഫ് അമിനൂറിയ. നമ്മൾ അൾട്രാസൗണ്ട് നോക്കുമ്പോൾ നമുക്ക് ലൈവ് ഫീറ്റസ് കിട്ടും. ഓക്കെ. അപ്പൊ ഇതില് നമ്മളിപ്പം ഈ 5 എണ്ണം പഠിക്കുന്നതിൽ ഈ ഒറ്റ അബോർഷനിൽ മാത്രമേ നമുക്ക് ലൈവ് ഫീറ്റസ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരൊറ്റ അബോർഷൻ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കൊരു പ്രഗ്നൻസി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഗ്നൻസി. ബാക്കിയുള്ള അബോർഷൻ ഒന്നും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ എടുത്ത് കളയണം. ബാക്കിയുള്ള ഇതിന് മാത്രമേ ഉള്ളൂ നമുക്കൊരു കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇതിന്റെ മാനേജ്മെന്റ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇത് ത്രെട്ടൻഡ് അബോർഷൻ കാര്യം ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് പറയാൻ നേരത്തെ ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, നമ്മൾ അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും പറയുന്നില്ല, നമ്മൾ കെയർ ചെയ്താൽ മതി. പിന്നെ ഇവർക്ക് ചില ആൾക്കാർക്ക് നമ്മൾ പ്രൊജസ്ട്രോൺ തെറാപ്പി കൊടുക്കും, പ്രൊജസ്ട്രോൺ ഹോർമോൺ സപ്ലിമെന്റേഷൻ കൊടുക്കും. പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ അല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൊജസ്ട്രോൺ സപ്ലിമെന്റേഷൻ കൊടുക്കും. പിന്നെ പിന്നെ ഐസ്റ്റേപ്പോറ്റി ഇത് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, എല്ലാത്തിന്റെ മാനേജ്മെന്റ് കൂടെ നമ്മൾ ആന്റി ഡി എഴുതണം. ആന്റി ഡി എല്ലാത്തിനും കൂടെ എഴുതണം. മദർ ഇസ് RH നെഗറ്റീവ്, ആന്റി ഡി നമ്മൾ എഴുതണം. പിന്നെ നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പറയണം. അത്രേ ഉള്ളൂ ഇതിന് മാനേജ്മെന്റ് ഒന്നും ഇല്ല അങ്ങനെ. ഓക്കെ. ഇനി അടുത്ത അബോർഷൻ ആണ് ഇന്നെവിറ്റബിൾ അബോർഷൻ. ഫസ്റ്റ് ടൈപ്പ് തീർന്നു, നമ്മൾ സെക്കൻഡ് ടൈപ്പാണ് പഠിക്കുന്നത്, ഇന്നെവിറ്റബിൾ അബോർഷൻ. ഇന്നെവിറ്റബിൾ ആണ്. അപ്പൊ ഇന്നെവിറ്റബിളില് പേഷ്യന്റ് വരുന്നത് ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല, ഇത് അബോർട്ടായി പോയി, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതില് പേഷ്യന്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആദ്യമേ ഹിസ്റ്ററി ഓഫ് അമിനൂറിയ എല്ലാത്തിലും എഴുതുന്ന പോലെ ആദ്യത്തെ ഹിസ്റ്ററി ഓഫ് അമിനൂറിയ എഴുതണം. പിന്നെ രണ്ടാമത്തത് പേഷ്യന്റ് വരുന്നത് പ്രൊഫ്യൂസ് വജൈനൽ ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. പ്രൊഫ്യൂസ് വജൈനൽ ബ്ലീഡിംഗ് ആൻഡ് പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. മറ്റേ ആദ്യത്തെ ത്രെട്ടൻഡ് അബോർഷനിൽ പേഷ്യന്റ് വന്നത് സ്ലൈറ്റ് ബ്ലീഡിംഗ് ആയിട്ടാ. ഇവിടെ നമ്മൾ പേഷ്യന്റ് വന്നത് പ്രൊഫ്യൂസ് വജൈനൽ ബ്ലീഡിംഗ് ആൻഡ് പെയിൻ ആയിട്ടാ വന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്നിട്ട് എക്സാമിനേഷൻ നോക്കാൻ നേരത്തെ ഇന്റേണൽ ഓസ് ഓപ്പൺ ആയിരിക്കും ഇവർക്ക്. ഇന്റേണൽ ഓസ് ഓപ്പൺ ആയിരിക്കും. പിന്നെ നമുക്ക് പ്രോഡക്ട്സ് ക്യാൻ ബി ഫെൽ ത്രൂ ദ ഓസ്. നമുക്ക് ഫീറ്റസ് നമുക്ക് ഓസ് കൂടെ
നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ യൂട്രസിന്റെ സൈസ്, ഇവിടെ നമുക്ക് ഈ അബോർഷനിലെ നമുക്ക് ഇനി പഠിക്കുന്ന അബോർഷൻ നമ്മൾ കാണും, നമുക്ക് ചിലപ്പോൾ ഈ അബോർഷൻ വരുമ്പോഴത്തേക്ക് ഈ പ്രോഡക്ട്സ്, ഫീറ്റസിന്റെ പ്രോഡക്റ്റ് നമുക്ക് വജൈനിൽ കൂടെ പോകാം. അങ്ങനെ പോയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഇവിടെ അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ യൂട്രസ് നോക്കുമ്പോൾ ഈ അമിനൂറിയ ആയിട്ട് കറസ്പോണ്ടിങ് അല്ലായിരിക്കും യൂട്രസ് സൈസ്, കാരണം ഈ വജൈനിൽ കൂടെ ഈ പ്രോഡക്ട്സ് പോയല്ലോ. പക്ഷെ ഇവിടെ ഈ വജൈനിൽ കൂടെ പ്രോഡക്ട്സ് ഒന്നും പോയിട്ടില്ലല്ലോ, ജസ്റ്റ് ബ്ലീഡിംഗ് അല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ യൂട്രസിന്റെ സൈഡിൽ കറസ്പോണ്ട് ടു ദ പീരീഡ് ഓഫ് അമിനൂറിയ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ അൾട്രാസൗണ്ട് നോക്കുമ്പോൾ ഡെഡ് ഫീറ്റസ് ആണ്. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ മാനേജ്മെന്റാ പറയുന്നത്. അപ്പം ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പേഷ്യന്റ് വരുന്നത് പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ആയിട്ടാണ് പേഷ്യന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ പേഷ്യന്റ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഷോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ റെസിസിറ്റേഷൻ മെഷേഴ്സ് ഫസ്റ്റ് എടുക്കണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അങ്ങനത്തെയൊക്കെ അതാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ എല്ലാത്തിലും പറഞ്ഞ പോലെ ആന്റി ഡി കൊടുക്കണം. ആന്റി ഡി കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അബോർട്ടായി പോയല്ലോ, അപ്പൊ അബോർട്ട് ആയതിനെ നമ്മൾ എടുത്തു കളയണം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എടുത്തു കളയാം. ഒന്ന് നമ്മൾ സക്ഷൻ ഇവാക്യുവേഷൻ വഴി എടുത്തു കളയാം നമുക്ക്. രണ്ടാമത്തെ നമ്മൾ ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ കൊടുത്തിട്ട് എടുത്തു കളയാം. ഒന്ന് സക്ഷൻ ഇവാക്യുവേഷൻ വഴി നമുക്ക് എടുത്തരാം, ഇല്ലെങ്കിൽ ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ കൊടുത്തിട്ട് ഓക്സിറ്റോസിൻ യൂട്രസിനെ കൺട്രാക്ട് ചെയ്തിട്ട് പ്രോഡക്ട്സ് എക്സ്പെൽ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ രണ്ട് രീതിയിൽ എക്സ്പെൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ സക്ഷൻ ഇവാക്യുവേഷൻ നമ്മൾ ചെയ്യുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ, ഇപ്പം ആ പീരീഡ് ഓഫ് ജെസ്റ്റേഷൻ ലെസ് ദാൻ 12 വീക്സ് ആണെങ്കിൽ നമ്മൾ സക്ഷൻ ഇവാക്യുവേഷൻ ഓപ്റ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 12 വീക്സ് ആണെങ്കിൽ നമ്മൾ ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ കൊടുത്തിട്ട് കളയും. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ ഇതാണ് ആദ്യം നമ്മൾ മറ്റേ റെസിസ്റ്റേഷൻ മെഷർ ചെയ്തു, എടുത്ത് കളഞ്ഞു. അത് രണ്ടാമത്തെ ബാക്കി പിന്നെ ഐശ്വര്യ പറ്റി പറഞ്ഞ പോലെ ആന്റി ഡി എഴുതുക, ആർ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആന്റി ഡി എഴുതുക. പിന്നെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുക, പിന്നെ അതൊക്കെ ആന്റിബയോട്ടിക് കൊടുക്കുക. പിന്നെ നമ്മൾ ഇപ്പൊ ഈ റീറ്റെയിൻഡ് ആയിട്ട് നമ്മൾ എടുത്ത പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ആ പ്രോഡക്ട്സ് നമ്മൾ ഹിസ്റ്റോപതോളജിയിൽ കൊണ്ട് കൊടുക്കണം ടു റൂൾ ഔട്ട് മോളാർ പ്രഗ്നൻസി. ഓക്കെ, എളുപ്പമല്ല. അപ്പൊ ആദ്യമേ മെഡിക്കൽ നമ്മുടെ ഷോക്കിന്റെ സൈൻസ് സിംറ്റംസ് ഉണ്ട്, റെസിസ്റ്റേഷൻ മെഷർ ഓപ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സക്ഷൻ ഇവാക്യുവേഷനോ ഓക്സിറ്റോഷനോ എടുത്ത് കളയണം. പിന്നെ നമ്മൾ പിന്നെ ആന്റി ഡി കൊടുക്കണം, ആന്റിബയോട്ടിക് കൊടുക്കണം. പിന്നെ നമ്മൾ മോളാർ പ്രഗ്നൻസി റൂൾ ഔട്ട് ഹിസ്റ്റോപതോളജിയിൽ സ്പെസിഫിൻ അയക്കണം. ഇത്ര ഉള്ളേ. ഇനി നമ്മൾ അടുത്ത നമ്മൾ പറയുന്നത് ഇൻകംപ്ലീറ്റ് അബോർഷൻ ആണ്. ഇൻകംപ്ലീറ്റ് അബോർഷനിൽ നമ്മൾ പറയുന്നത് ആദ്യത്തെ ഫീച്ചർ ഇത് ഇൻകംപ്ലീറ്റ് അബോർഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്ന എന്താ ബ്ലീഡിങ്ങും പിന്നെ ഈ ഹിസ്റ്ററി ഉണ്ടാവും. ആ അബോർഷൻ നടന്നിട്ട് ആ ഫീറ്റസിന്റെ പാർട്ട് വജൈനെ കൂടെ പോയി, അങ്ങനെ ആയിരിക്കും പേഷ്യന്റ് വരുന്നത് നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് എല്ലാத்தைയും പറഞ്ഞ പോലെ പേഷ്യന്റ് വിൽ ഹാവ് ഹിസ്റ്ററി ഓഫ് അമിനൂറിയ, പിന്നെ പ്രൊഫ്യൂസ് വജൈനൽ ബ്ലീഡിങ്, പിന്നെ അക്കംപനീഡ് ബൈ പാസേജ്, പേഷ്യന്റ് വിൽ ഹിസ്റ്ററി ഉണ്ടാവും പാസേജ് ഓഫ് പ്രോഡക്ട്സ് പെർ വജൈന. ഓക്കെ. പിന്നെ ഈ പ്രോഡക്ട്സ് പോകണമെങ്കിൽ ഇന്റേണൽ ഓസ് ഓപ്പൺ ആയിരിക്കണ്ടേ. പിന്നെ നമ്മൾ യൂട്രസിന്റെ സൈസ് നോക്കുമ്പോൾ സൈസ് മാച്ച് ചെയ്യത്തില്ല, ജസ്റ്റേഷൻ അമിനൂറിയ ആയിട്ട് മാച്ച് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫീറ്റസ് ഡെഡ് ആയിരിക്കും, റീറ്റെയിൻ പ്രോഡക്ട്സ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിന്റെ മാനേജ്മെന്റ് അത്രേ ഉള്ളൂ, മറ്റേത് പറഞ്ഞ പോലെ ഉള്ളൂ. നമ്മൾ ആദ്യമേ ഷോക്കിന്റെ സൈൻസ് സിംറ്റംസ് കറക്റ്റ്, ആന്റി ഡി, ആന്റിബയോട്ടിക്, പിന്നെ ഹിസ്റ്റോപത്തോളജി, പിന്നെ നമ്മൾ സക്ഷൻ ഇവാക്യുവേഷൻ. ഓക്കെ. പിന്നെ ഈ ഇൻകംപ്ലീറ്റിൽ അവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഈ ഓസ് ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ മീസോപ്രോസ്റ്റോൾ കൊടുക്കും, പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ് കൊടുത്തിട്ട് നമ്മൾ കൺട്രാക്ട് ചെയ്യിപ്പിക്കും. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് സെർവിക്സ് ഓപ്പൺ ആണല്ലോ ഈ ഇൻകംപ്ലീറ്റിൽ. സപ്പോസ് ഇപ്പം ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ മീസോപ്രോസ്റ്റോൾ കൊടുക്കും, പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് കൊടുത്തിട്ട് കൺട്രാക്ട് ചെയ്യിപ്പിക്കും. ഓക്കെ. ഇനി അടുത്തത് കംപ്ലീറ്റ് അബോർഷൻ ആണ്. അപ്പം കംപ്ലീറ്റ് അബോർഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്നത് ബ്ലീഡിങ് ആയിട്ട് വരും. എല്ലി പ്രോഡക്ട്സ് ഫീറ്റൽ പാർട്സ് മൊത്തം വജൈനെ കൂടെ പോയി. അപ്പം മൊത്തം അങ്ങനെ ആയിട്ട് വരും. മൊത്തം വജൈനെ കൂടെ പോയി കഴിയുമ്പോൾ പേഷ്യന്റിന് ബ്ലീഡിങ്ങും കുറയും, പെയിനും ഒക്കെ കുറയും. എല്ലാം പോയല്ലോ, അപ്പം ബ്ലീഡിങ്ങും പെയിനും ഒക്കെ കുറഞ്ഞായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ഇതാണ് ഒന്ന് ക്ലിനിക്കൽ ഫീച്ചർ, ഒന്ന് ഹിസ്റ്ററി ഓഫ് അമിനൂറിയ എല്ലാത്തിലും എഴുതുന്ന പോലെ, പിന്നെ പ്രൊഫ്യൂസ് വജൈനൽ ബ്ലീഡിങ്, പിന്നെ അക്കംപനീഡ് ബൈ പാസേജ് ഓഫ് പ്രോഡക്ട്സ് പെർ വജൈന, മറ്റേതുപോലെ ഇൻകംപ്ലീറ്റ് പോലെ തന്നെ.
പിന്നെ ദെയർ മേ ബി ഡിക്രീസ് ഇൻ ബ്ലീഡിങ് ആൻഡ് പെയിൻ. ഈ പ്രോഡക്ട്സ് എല്ലാം പോയി കഴിയുമ്പോൾ ബ്ലീഡിങ്ങും പെയിൻ എല്ലാം കുറയും. ഓക്കെ, പിന്നെ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇന്റേണൽ ഓസ് ക്ലോസ്ഡ് ആവും. പിന്നെ നമ്മൾ യൂട്രൈൻ സൈസ് നോക്കുമ്പോഴത്തേക്ക് സ്മോളർ ദാൻ എക്സ്പെക്ടഡ് ഫോർ ദ പീരിയഡ് ഓഫ് അമിനോറിയ. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ യൂട്രസ് എം ടി ആയിരിക്കും. ഓക്കെ, ഈ കംപ്ലീറ്റ് അബോർഷനിൽ മാനേജ്മെന്റ് ഒന്നുമില്ല, നമ്മൾ ഒന്നുമില്ല, ആന്റിഡി കൊടുത്താൽ മതി, വേറെ മാനേജ്മെന്റ് ഒന്നുമില്ല. നമ്മൾ അടുത്ത അബോർഷൻ പഠിക്കുന്ന പറഞ്ഞാൽ മിസ്ഡ് അബോർഷനാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവാം, പക്ഷെ ബ്ലീഡിങ് ഇല്ല, മിനിമൽ ബ്ലീഡിങ് ആയിരിക്കും. അപ്പൊ പേഷ്യന്റ് ഇങ്ങനെ സിംറ്റംസോ സൈൻസോ ഒന്നും ഉണ്ടാകും, പേഷ്യന്റ് അറിയത്തില്ല, അബോർട്ടായി പോയെന്ന് പേഷ്യന്റ് അറിയത്തില്ല. ഇപ്പം അൾട്രാസൗണ്ടിനൊക്കെ ചെയ്യാൻ നേരത്തായിരിക്കും ഇവർ അറിയുന്നത് കാർഡിയക് ആക്ടിവിറ്റി ഇല്ലാന്ന് അറിയുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള അബോർഷനാണ് മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിനിക്കൽ ഫീച്ചർ ആബ്സെന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു പ്രഗ്നൻസി പോലെ തന്നെ ആയിരിക്കും, ഇന്റേണൽ ഓസ് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ യൂട്രസ് സൈസ് നോക്കാൻ നേരത്ത് ഗ്രോത്ത് ഒന്നും ഉണ്ടാകത്തില്ലല്ലോ, അബോർട്ടായി പോയിട്ട് ഇരിക്കുമല്ലേ കുഞ്ഞ് അതിനകത്ത്, അപ്പോൾ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് യൂട്രസ് സൈസ് സ്മോളർ ദാൻ എക്സ്പെക്ടഡ് ഫോർ പീരിയഡ് ഓഫ് അമിനോറിയ. നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഡെഡ് ഫീറ്റസ് ആയിരിക്കും. അപ്പൊ മിസ്ഡ് അബോർഷനിൽ കാര്യമായിട്ട് ക്ലിനിക്കൽ ഇതേപോലെ ബ്ലീഡിങ്ങോ പ്രോഡക്ട്സ് പോയതോ അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ പേഷ്യന്റ് അറിയത്തില്ല അബോർട്ടായി പോയിട്ടുണ്ടെന്ന്, നമ്മൾ അൾട്രാസൗണ്ട് ഒക്കെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് കാർഡിയക് ആക്ടിവിറ്റി ഒന്നും ഇല്ലാന്ന്. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് ഇത് ഇപ്പൊ ടെക്സ്റ്റില് ഒരു ടേബിള് നിൽക്കേ, ഇതിന്റെ ബാക്കി പറയാം. പിന്നെ വേറെ കാര്യം, പിന്നെ ഇപ്പം നമ്മളിപ്പം ഒരു കോംപ്ലിക്കേഷൻ, ഇപ്പം ഈ മിസ്ഡ് അബോർഷൻ നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് അതിനകത്ത് തന്നെ ഇരിക്കും. അപ്പം ആ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഡെഡ് ആയിട്ടുള്ള ഫീറ്റസ് അതിനകത്ത് തന്നെ ഇരിക്കും. അപ്പൊ അതിനകത്ത് ഇരുന്നിട്ട് ത്രോംബോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ റെയർ ആണ്. എന്നിട്ട് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ ഉണ്ടാക്കും മദറിൽ, അതുണ്ടാക്കും. അപ്പൊ പ്രോഡക്ട്സ് നമ്മൾ എടുത്ത് കളയണം. പ്രോഡക്ട്സ് നമ്മൾ എടുത്ത് കളയുന്നതെന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതി, നമുക്ക് ഒന്നെങ്കിൽ സക്ഷൻ ചെയ്തിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ മീസോപ്രോസ്റ്റോളാണ് കൊടുക്കുന്നത്. മറ്റേ ഇതല്ല കൊടുക്കുന്നത്, ഓക്സിറ്റോസിൻ അല്ല, മീസോപ്രോസ്റ്റോൾ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് മീസോപ്രോസ്റ്റോൾ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ അനലോഗ്, നമുക്ക് ഒന്നെങ്കിൽ വജൈനലി കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സബ്ലിംഗലി കൊടുക്കാം. വജൈനലി സബ്ലിംഗലി കൊടുക്കാൻ പറ്റുള്ളൂ മീസോപ്രോസ്റ്റോൾ. പിന്നെ നമ്മൾ മാനേജ്മെന്റ് കൂടെ താഴെ എഴുതിക്കണം, ആന്റിബയോട്ടിക്, പിന്നെ ഹിസ്റ്റോപത്തോളജിക്കൽ. ഓക്കെ, ഇനി ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പറയാം മിസ്ഡ് അബോർഷന്റെ. ബാക്കി നെക്സ്റ്റ് ലിങ്കിൽ എടുക്കാം, ഇപ്പൊ കഴിയും. ഓക്കെ.